നാൾക്ക് നാൾ ഇന്ത്യയുടെ ആയുധശേഷിയും പ്രഹരശേഷിയും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ ഡിഫൻസ് മേഖലയിൽ അജയ്യമായി കുതിച്ചു പൊങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 140 റഫേലുകൾ ഉടനെ തന്നെ ഇന്ത്യക്ക് എത്തും. ഇതിനായി 2 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഇറക്കിയിരിക്കുന്നത്. അതോടുകൂടി ഏഷ്യയിലെ ഏറ്റവും വലിയൊരു വ്യോമസേനയായി, ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വ്യോമസേനയായി ഇന്ത്യ പരിണമിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വ്യോമ പ്രതിരോധ മേഖലയിലും നമ്മൾ അതിഭീകരമായിട്ടുള്ള വളർച്ചയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 2035 നമ്മുടെ സുദർശന ചക്ര വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. പിന്നെ കടലിലും, അതായത് നേവിയിലും സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യത്തിലേക്ക് ഇന്ത്യ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യ അങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴിതാ ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ ഒരു വമ്പൻ നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം ഒരു പ്രധാന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ വ്യോമ ഭീഷണികളെ ചെറുക്കുന്നതിനായി അനന്ത് ശാസ്ത്ര എന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളുടെ 5 മുതൽ 6 വരെ റെജിമെൻറ്റുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ സംവിധാനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്തതാണ്. അതായത് നമ്മൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അതിർത്തികളിൽ അനന്ത് ശാസ്ത്ര മിസൈലുകൾ വിന്യസിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഇതിനെ ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ എന്നാണ് വിളിച്ചിരുന്നത്. പദ്ധതിയുടെ ചെലവ് ഏകദേശം 30,000 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിൽ ഈ സംവിധാനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ ഒരു സ്വകാര്യ വാർത്താ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ പരീക്ഷണമായിരുന്നു എന്നും ഇപ്പോൾ പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അത് വൻപൻ വിജയമായിരുന്നു. ഇനി അങ്ങോട്ട് ഇന്ത്യ വ്യോമ പ്രതിരോധം അങ്ങേയറ്റം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ സംവിധാനം അനന്ത് ശാസ്ത്ര വളരെ വേഗതയേറിയതും ചലനാത്മകവുമാണ്. ചലിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയും. ഒരു ചെറിയ ഇടവേളയിൽ മിസൈലുകൾ വിക്ഷേപിക്കാനും ഇതിന് കഴിയും. ഇതിൻ്റെ ദൂരപരിധി 30 കിലോമീറ്ററായി കണക്കാക്കപ്പെടുന്നു. ഇത് നിലവിലുള്ള ഹ്രസ്വ മധ്യ ശ്രേണിയിലുള്ള MR SAM ആകാശ് പോലുള്ള സംവിധാനങ്ങൾക്ക് പൂരകമാകുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.